സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഷോണി പുരസ്കാരത്തിന് അർഹനായി കോഴിക്കോട് തിരുവമ്പാടിയിലെ റിട്ടയർഡ് അധ്യാപകൻ. തിരുവമ്പാടി പുന്നക്കൽ റോഡിൽ 3 ഏക്കർ ഭൂമിയിലാണ് PJ ജോസഫിന്റെ ഈ മനുഷ്യനിർമ്മിത കാട്. അപൂർവയിനം ഔഷധ സസ്യങ്ങളും പൂമ്പാറ്റ കാടനും മുളങ്കൂട്ടവുമൊക്കെ ചേർന്ന് ഒരു ജൈവ വൈവിധ്യ കലവറ തന്നെ ഒരുക്കിയിട്ടുണ്ട് വീടിന് ചുറ്റും. കാട് സംരക്ഷിക്കാൻ മനുഷ്യൻ വേണ്ട, കാട് തന്നെ സംരക്ഷിച്ചുള്ളൂ. പക്ഷേ ഒരു കണ്ടീഷൻ, കാട്ടിലേക്ക് മനുഷ്യൻ കയറാതിരുന്നാൽ. തിരുവമ്പാടിയിലെ പുരയിടത്തിൽ PJ തോമസിന്റെ പുരയിടം നിറയെ സസ്യലോകത്തെ വൈവിധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അനേക വർഷത്തെ അന്വേഷണത്തിലൂടെ ശേഖരിച്ചവയാണ് ഇവിടുത്തെ പല സസ്യസമ്പത്തും. ചോരപ്പൈൻ, കാട്ടശോകം, കുരങ്ങുപ്ലാവ്, മരമഞ്ചാടി, വംശനാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നവയുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ കാണാം. മുളസസ്യങ്ങളിൽ ഏറ്റവും ചെറുതായ ബുഷ് ബാമ്പ് മുതൽ ഏറ്റവും വലിയ ആനമുള വരെ 50ഓളം ഇനങ്ങൾ. 27 ജന്മനക്ഷത്ര സസ്യങ്ങൾ കൊണ്ടുള്ള നക്ഷത്രവനവും മിയാവാക്കി വനവും ഒക്കെ ഇവിടെയുണ്ട്. പല പ്ലാന്റ്സും റയറായിട്ടുള്ള പ്ലാന്റ്സാണ്. ഉദാഹരണം ചൂയിങ്കം പ്ലാന്റ്, മരവരി, കർപ്പൂര സസ്യം, കായസസ്യം, അണലിവേഗം, കമണ്ടലു, കൃഷ്ണനാൽ, ഇങ്ങനെയുള്ള വളരെ റയറായിട്ടുള്ള സസ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവോളജി അധ്യാപകനായിരുന്ന തോമസ് 8 വർഷം മുൻപാണ് റിട്ടയർ ചെയ്യുന്നത്. പിന്നെ പൂർണ്ണമായും കൃഷിയിടത്തിലേക്ക് ഇറങ്ങി. കൃഷി വകുപ്പിന്റെ ഷോണി സംരക്ഷണ പുരസ്കാരം തന്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുമെന്ന് തോമസ് മാഷ് പറയുന്നു. അപ്പം നമുക്ക് എവിടുന്നെങ്കിലും നെഗറ്റീവ് എനർജി കിട്ടിയാൽ ഇങ്ങനെയുള്ള അവാർഡുകൾ പലപ്പോഴും ഞങ്ങൾക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ പ്രചോദനമാവുകയും ഒത്തിരി പോസിറ്റീവ് എനർജി തരികയും ചെയ്യുന്നുണ്ട്. തന്റെ പുരയിടത്തിൽ ഇനിയും ഒരുപാട് മരങ്ങൾ നടണം, വലിയൊരു കാടുണ്ടാക്കണം. ഇതൊക്കെയാണ് ഈ അധ്യാപകന്റെ ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. നമുക്ക് ഇനിയും ഇങ്ങോട്ട് വരാം, ഈ കാട് കയറാം. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ദൃശ്യ പുതിയ മീഡിയ 1 കോഴിക്കോട്.